ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കണം. കുറേ നാളായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അങ്ങനെ നിങ്ങളെ ആരും വെറുപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തീരെ വയ്യായിരുന്നു. നല്ല തൊണ്ടവേദനയും ചുമയും പനിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് നല്ല ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ആയിട്ട് എല്ലാം സെറ്റായിട്ട് വന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും കാലത്ത് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇത്ര നേരത്തെ എഴുന്നേറ്റിട്ട് ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ്. ഒന്നാമത് നേരത്തെ എണീക്കാൻ ഭയങ്കര മടിയാണ്. അതേപോലെ തന്നെ ആ ഒരു കാലത്ത് വീഡിയോസ് എപ്പോഴും എടുക്കുമ്പോഴും എത്ര നേരത്തെ എണീറ്റ് കഴിഞ്ഞാലും നേരം വൈകാറുണ്ട് കേട്ടോ അവസാനം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാലത്തെ വീഡിയോസ് എടുക്കാണ്ട് സാറ്റർഡേയും സൺഡേയിലത്തെ വീഡിയോസ് മാത്രമാണ് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറ്. അല്ലെങ്കിൽ ഈവനിങ്ങിലത്തെ വീഡിയോസ് അങ്ങനെയൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ട് കാലത്ത് വീഡിയോ എടുക്കാം. ചിലപ്പോൾ അതൊന്ന് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എടുക്കാനായിട്ട് തോന്നുമായിരിക്കും. അതാണ്. അപ്പോൾ ആദ്യം കാലത്ത് അരി അടുപ്പത്തിട്ടിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ചെയ്യാൻ നോക്കുള്ളൂ. അരി അടുപ്പത്തിട്ട് പിന്നെ അത് അവിടെ കിടന്ന് തിളയ്ക്കും. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ റൈസ് കുക്കറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയേ വേണ്ട. ഒരു 7:30 ഒക്കെ കഴിയുമ്പോഴേക്കും നോക്കിയാൽ മതി. 5:30 ഇട്ടാലാണ് കറക്റ്റ് 7:30 ആകുമ്പോഴേക്കും സെറ്റ് ആവുള്ളൂ. ചില ദിവസം ഞാൻ ഇതേപോലെ നേരം വൈകി എഴുന്നേറ്റിട്ട് പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്തതേ അമ്മ ഒരു റേഷൻ്റെ ഒരു വെള്ളരി കിട്ടുന്ന സമയത്ത് എനിക്ക് കുറച്ച് കൊണ്ട് തന്നിട്ടുണ്ട്. അതായത് അത്യാവശ്യ ദിവസങ്ങളിൽ ചിലപ്പോൾ നേരം വൈകിയൊക്കെ എഴുന്നേൽക്കുകയാണെങ്കിൽ ചോറാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ 2 മണിക്കൂറുള്ളത് ഞാൻ പിന്നെ എങ്ങനെയാണ് ആക്കുക. അപ്പം അങ്ങനെയായിട്ട് കൊണ്ടുവന്ന കാരണം ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് കാലത്ത് മൂരേറ് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല ലൂസായിട്ട് രസക്കാളം പോലെയില്ലേ, അങ്ങനെ വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചതാണ്. അപ്പം ഞാൻ ഈ കുമ്പളങ്ങയുടെ തോടുണ്ടല്ലോ, ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഞാനതിങ്ങനെ അതിൻ്റെ തോട് ഞാൻ നന്നായി കഴുകിയിട്ട് അതിൽ കുറച്ച് ഉപ്പൊക്കെ പുരട്ടിയിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കില്ലേ, അതേപോലെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ. നമ്മൾ ഇതിങ്ങനെ ഉപ്പൊക്കെ പുരട്ടിയിട്ട് നമ്മൾ വെയിലത്ത് കുറച്ച് ദിവസം വെച്ച് ഉണക്കി അതിങ്ങനെ നന്നായി ഉണങ്ങി വരുമ്പോൾ ചില ദിവസം കറിയൊന്നും അത്ര കണ്ട് പോരാ, ചൊടിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് 2 എടുത്തിട്ട് വെറുതെ ചുമ്മാ ഒന്ന് എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ണികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം. അപ്പോൾ നമുക്ക് കറിക്ക് ഒരു ചൊടി പോലെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയോളൂ. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്നല്ല, രസമാണ് കഴിക്കാൻ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇന്ന് പൂരിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പൂരിയും മസാലക്കറിയും. അപ്പോൾ പൊതുവേ നമ്മൾ ഈ സ്കൂളുള്ള ദിവസങ്ങളിൽ പൂരി മെനക്കെട്ട് ഉണ്ടാക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഇന്നലെ പൂരിയുടെ പാക്കറ്റ് ഇല്ലേ, ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ളത്, അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കിയാൽ മതി, ഈ പൂരി വറുത്തെടുക്കാമല്ലോ. അപ്പോൾ ഇത് എപ്പോഴും ചെയ്യുന്നില്ല, ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പൊതുവേ ദോശ, ഇഡലി, പുട്ട്, ചപ്പാത്തി, ഇതാണ് എപ്പോഴും മാറി മറിഞ്ഞിരിക്കുന്നത്. നൂലപ്പം ഇവിടെ തീരെ ഇഷ്ടമില്ലാത്ത കാരണം, ചിലയിടത്ത് ഇടിയപ്പം എന്ന് പറയും തോന്നുന്നു, അത് തീരെ ഇഷ്ടമില്ലാത്ത കാരണം അത് ഉണ്ടാക്കാറില്ല. പിന്നെ വെള്ളയപ്പത്തിൻ്റെ ആയാലും ആ കാലത്ത് ഉണ്ടാക്കൽ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം ഞാനതും ഉണ്ടാക്കാറില്ല. അങ്ങനത്തെ ഐറ്റംസൊക്കെ ഫുള്ള് ഈ സൺഡേ ഒക്കെ ആകുമ്പോഴാണ് ട്രൈ ചെയ്യാറുള്ളത്. പിന്നെ ഇടയ്ക്ക് പൊട്ടറ്റോ പോവ ഉണ്ടാക്കും കേട്ടോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അവിലുകൊണ്ട് ഉണ്ടാക്കണതില്ലേ, അത് മക്കൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കും. അതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം വീഡിയോയിൽ ഇടാം കേട്ടോ. അത് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ് കേട്ടോ. സമയം കുറച്ച് ലേറ്റായിട്ട് വരുന്നുണ്ട്. ഉണ്ണികൾ ഇതേ എഴുന്നേറ്റൊക്കെ വന്നു. അവർ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കംപ്ലീറ്റ് ആക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതായിട്ടില്ല. ഇതേ പൂരിയൊക്കെ ഇതേ വറുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മസാലക്കറി ഒന്ന് സെറ്റാക്കാനുണ്ട്. ഇവർ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇവരെ പിന്നാലെ എന്തെങ്കിലും ഓരോ കാര്യത്തിന് ഇങ്ങനെ നടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അതിന് മുന്നേ ഇതൊക്കെ കംപ്ലീറ്റ് ആക്കി വെക്കാറുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം എന്തായാലും ലേറ്റ് ആവുമെന്ന് എനിക്കറിയായിരുന്നു. ഇന്നും പതിവ് പോലെ ലേറ്റ് ആയിട്ടുണ്ട്. ഈ സ്നാക്സ് ആക്കലും ലഞ്ച് ആക്കലും വലിയ പാടാണ് കേട്ടോ. ലച്ചുട്ടിക്കും ചീരുട്ടിക്കും 3 ടൈമിലേക്കായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ കറിപ്പാത്രങ്ങളും ഒക്കെ കൂടിയായിട്ട് ഒരുപാട് ലോഡ് പാത്രങ്ങളുണ്ടാവും. പിന്നെ ശരത്തേട്ടനും എല്ലാവരെയും കൂടിയായിട്ട് ആക്കുമ്പോൾ മൊത്തത്തിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റി ചില ദിവസങ്ങളിൽ കുറേ മണ്ടത്തരങ്ങൾ പറ്റാറുണ്ട് കേട്ടോ. ചിലപ്പോൾ 2 പേർക്കും ഒരേ കറി തന്നെ 2 എണ്ണം വെച്ച് കൊടുക്കും. മറ്റേ ആൾക്ക് കറി ചിലപ്പോൾ വെക്കാൻ മിസ്സാവും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ദേ ചീരുട്ടിക്ക് ഇതിൻ്റെ ഇടയിൽ വാരിയൊക്കെ കൊടുക്കണം കേട്ടോ. ആൾ കഴിക്കലാണെങ്കിൽ തന്നെയൊക്കെ കഴിക്കാൻ അറിയാണ്ടൊന്നുമല്ല, പക്ഷെ തന്നെ കഴിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് കഴിക്കുള്ള കുറേ നേരം എടുക്കും. അപ്പോൾ വാരി കൊടുത്താൽ പിന്നെയും കഴിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞാനങ്ങനെ വാരിയൊക്കെ കൊടുക്കും. അങ്ങനെ ദേ ഇവരൊക്കെ യാത്രയെ ചെറുതായിട്ടും ദേ ഇറങ്ങി കേട്ടോ. ഉണ്ണികൾ ലച്ചുട്ടിയുടെ വേഗം യാത്ര നേരത്തെ എല്ലാം കഴിഞ്ഞിട്ട് ആൾ കുറച്ച് നേരം ടി വി ഒക്കെ ഉണ്ട് അവിടെ ഹോളിൽ ഇരിക്കുകയായിരുന്നു. ചീരുട്ടിയുടെ അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം കഴിച്ച് ദേ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ശരത്തേട്ടന് ഓഫീസിൽ പോകാനായിട്ട് ഞാൻ ഗേറ്റ് തുറന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട് എന്നോട് ഗേറ്റ് തുറക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയതാണ്. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് സെറ്റാക്കിയിട്ട് ഞാനത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് വണ്ടി വന്നിട്ട് അമ്മ തറവാട്ടിൽ നിന്ന് വിളിച്ചു കേട്ടോ.
തറവാട്ടിയിലാണ് വണ്ടി വരിക. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ബാഗൊക്കെ എടുത്തിട്ട് തറവാട്ടിൽ പോയിട്ട് അവിടെയാണ് വെയിറ്റ് ചെയ്തിരിക്കാറ്. ഇതിപ്പോൾ ഈ അടുത്തടുത്ത് ആ ടൈം ഞാൻ മറന്നുപോയി. ഇതേ ലച്ചു ഓടുന്ന് അവിടെ അമ്മ വിളിച്ചു. അങ്ങനെ ദേ അവരൊരു കണക്കിന് ഞാൻ പറഞ്ഞയച്ചിട്ടാണ്. പറഞ്ഞയച്ചത് നേരെ വീട്ടിൽ കയറി. അപ്പോൾ ഇതാണ് കാലത്ത് ഒരു തിക്കും തിരക്കും കേട്ടോ. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതേ വീട്ടിൽ മൊത്തം ഇങ്ങനെ അലങ്കോലമായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ഞാൻ അതൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് അന്നത്തെ പണി ബാക്കിയുള്ളതൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. കാരണം ഇവർ പോകുമ്പോൾ ഒക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഒതുക്കി സെറ്റാക്കി വെക്കും. പിന്നെ വിൻഡോസ് ഡെയിലി തുറന്നിടാറുണ്ട്. ഇപ്പോൾ ഒന്നും ഇടുന്നില്ല കേട്ടോ. കാരണം ഒന്നാമത് ഇവിടെ തുറന്നിട്ട് കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്നവർക്ക് നല്ലോണം ഒരു വ്യൂ ഉണ്ട്. അപ്പം ഞാനതങ്ങനെ തുറന്നിടാറില്ല. ഇടയ്ക്ക് തുറന്നിടും. പിന്നെ നല്ല സൺലൈറ്റ് അടിച്ചിട്ട് നമ്മുടെ സോഫയിലേക്കാണ് ആ സൺലൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ കളർ ചെറുതായിട്ട് ഡിമ്മാവുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ അതിനൊരു മറയായിട്ട് ഇതേ ഈ ഒരു സൈഡിൽ ഒരു ചെറിയ പ്ലാന്റൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം 4 വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു 4 കൂടി വേണം, അപ്പോഴാണ് സെറ്റ് ആവുള്ളൂ. അതിങ്ങനെ നല്ല ഹൈറ്റിൽ ഒരു 10 അടിയൊക്കെ ഹൈറ്റിൽ സൈസ് വയ്ക്കുന്ന സാധനമാണ്. അപ്പോൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു മറ പോലെ ആവും. മഴ പെയ്ത് കഴിഞ്ഞാലും അതേപോലെ തന്നെ വെയിലായാലും ഒരു മറ ഉണ്ടാവും, ഒരു തണൽ പോലെ ഉണ്ടാവുമല്ലോ ഹോളിലേക്ക്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് നല്ല ഭംഗിയുള്ള പോട്ടുകളുണ്ട് കേട്ടോ. ഞാനിത് ഉള്ളതിൽ റേറ്റ് കുറഞ്ഞതിൻ്റെ ഒരു പോട്ടാണ് എടുത്തത്. നല്ല ഭംഗിയുള്ളത്, അതായത് നമുക്ക് മണ്ണൊന്നും കുഴിച്ച് ഇടാൻ പറ്റാത്ത ഏരിയയിലാണെങ്കിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള പോട്ടുകളൊക്കെ ഉണ്ട്. അതിൽ ഇതേപോലെ മണ്ണ് നിറച്ച് നമുക്ക് ചെടിയൊക്കെ നടാം കേട്ടോ. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചതിന് അധികം റേറ്റൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. ഞാനപ്പോൾ അടുക്കള മൊത്തത്തിൽ വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. ഞാനപ്പോൾ അത് വീഡിയോയിൽ എടുത്തില്ല. ഞാൻ എന്തെന്ന് വെച്ചാൽ സ്ലാബും കാര്യങ്ങളൊക്കെ തുടച്ച് എല്ലാം നീറ്റാക്കിയിട്ട് ഞാൻ എല്ലാ പാത്രങ്ങളും ഒരുമിച്ച് സിങ്കിലേക്ക് ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ കഴുകുക. അപ്പം ചില സമയത്ത് ഞാൻ അപ്പോൾ പാത്രങ്ങൾ കഴുകി വയ്ക്കും. ചില സമയത്ത് സമയമില്ലാത്ത സമയമാണെങ്കിൽ ഞാൻ ഇതേപോലെ എല്ലാ പാത്രങ്ങളും സ്ലാബൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് ഞാൻ എല്ലാം സിങ്കിലേക്ക് ഇടും ഒരുമിച്ചിട്ടിട്ട്. പിന്നെ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സിങ്കിൻ്റെ ഉള്ളിലായിരിക്കും പാത്രങ്ങൾ കിടക്കുക, സ്ലാബൊക്കെ മൊത്തത്തിൽ വൃത്തിയായിട്ട് കിടക്കുമല്ലോ. അപ്പം എന്നെ പകുതി ഒരു സമാധാനം പോലെ തോന്നും. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പിന്നെ ഞാൻ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പം ഇന്നിപ്പോൾ അതേ ഒരു ലോഡ് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, ഇനി തുണിയൊക്കെ അലക്കിടാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ അനിയൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പോയ സാരിയും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാം കേട്ടോ. നമ്മൾ പോത്തീസിലാണ് പോയത്, പിന്നെ എറണാകുളത്തുള്ള ഇഹയിലും ജയലക്ഷ്മിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.